വസല്ലമിന്റെ പേരിലും അദ്ദേഹം കളവാണ് പറയുന്നത്. എന്താണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാവലിനായി തേടിയിട്ടുണ്ട്, കാവലിനായി നബി തങ്ങളുടെ മഹാന്മാരോട് തേടിയിട്ടുണ്ട് എന്നാണ് വരുത്തി തീർത്തത്. ഓ സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതാ കാവലിന് വേണ്ടി, കാവല് നിൽക്കാൻ വേണ്ടി ആരെ കിട്ടുമെന്ന് ചോദിച്ചത് ബുഖാരിയിലുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഞാൻ റസൂലുള്ളാഹിന്റെ കാവലിന് വന്നു എന്ന് പറഞ്ഞു ഉത്തരം ചെയ്തത് അവിടെ തന്നെ ബുഖാരിയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുബ്ഹാനല്ലാഹ്, അതേ നബി തങ്ങൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, ആരാണ് എനിക്ക് കാവലിനുള്ളത് എന്റെ സഹാബത്തിൽ. മുന്നിൽ ആളുള്ള സമയത്ത് പറഞ്ഞതല്ല, ആയിഷ ബീവി കേട്ടതാണ്. അപ്പോഴല്ലേ പുറത്തു നിന്നൊരു ശബ്ദം, ആരാണത്? അന സഅദ് ഇബ്നു അബീ വഖാസ്, ഞാൻ സഅദാണ്. മൻ ഹാദാ? അന സഅദ് ഇബ്നു അബീ വഖാസ്, ഞാൻ സഅദാ നബിയെ. എന്തിനു വന്നു? ജീതു ലി അഹ്റുസക, ഞാൻ തങ്ങൾക്ക് കാവലിന് വന്നതാണ് നബിയെ. സുബ്ഹാനല്ലാഹ്, സദസ്സിലില്ലാത്ത സഅദ് ഇബ്നു അബീ വഖാസ് അള്ളാഹുവിന്റെ റസൂല് സദസ്സിലില്ലാത്ത നിലക്ക് തന്നെ എനിക്ക് കാവലിന് ആളെ വേണമെന്ന് പറയുമ്പോഴേക്ക് ഹാദിറായി പോയി, കാവലിന് വന്നതാണെന്ന് പറഞ്ഞു പോയി. അങ്ങനത്തെ മഹാന്മാരില്ലേ? റസൂലുള്ളയും കാവല് ചോദിച്ചില്ലേ? മഹാന്മാരോട് റസൂലുള്ള ചോദിച്ചില്ലെന്ന് പറഞ്ഞവരുണ്ട്. അത് വിഡ്ഢിത്തമല്ലേ മൗലവിമാരെ? അല്ല അല്ല, നിങ്ങളിവിടെ റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറയാൻ ഒരുങ്ങുമ്പോ 2 വട്ടം സുബ്ഹാനല്ലാഹ്, നിങ്ങളെന്താ ചിന്തിച്ചത്? നിങ്ങളൊരു സുബ്ഹാനല്ലാഹ് എന്നങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങുമ്പോ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും, ഇനി പറയാൻ പോകുന്നത് കളവായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാ ശ്രദ്ധിച്ചത്. മഹാന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവല് തേടിയില്ലേ? നബി തങ്ങളെ കുറിച്ച് ഏറ്റവും വലിയ കളവല്ലേ ഈ പറഞ്ഞത്? സംഭവം നിങ്ങളോട് പറയട്ടെ. എന്താണുണ്ടായത്? മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അതാ ഒരു രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങുന്നില്ല, അവിടുന്ന് ഉറക്കമിളക്കുകയാണ്. ആ നേരത്ത് ആയിഷ ബീവി അരികിലുണ്ട്. ആ മഹദി ചോദിക്കുകയാണ്, മാ ശഅനുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഇന്നെന്താണ് ഒരു വിമ്മിട്ടം കാണുന്നത്? ഇന്നെന്താണ് ഒരു അസ്വസ്ഥത കാണുന്നത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമാണ് ഈ മുസ്ലിയാര് ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നത്. കേട്ടോളൂ, എന്താ നബി തങ്ങൾ പറയുന്നത്? ലൈത റജുലൻ സാലിഹൻ മിൻ അസ്ഹാബി, എന്റെ സഹാബിമാരിൽ നിന്ന് നല്ലവരായ ആരെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ യഹ്റുസുനി അല്ലൈല, ഇന്നത്തെ രാത്രിയിൽ എനിക്കൊന്ന് കാവല് നിൽക്കാൻ, ഈ രാത്രിയിൽ എനിക്ക് കാവല് നിൽക്കാൻ എന്റെ സഹാബിമാരിൽ നിന്ന് ഒരു സാലിഹിനെ എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ ആഗ്രഹിക്കുകയാണ്, അവിടുന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്, ഓ മഹാന്മാരെ, ആരെങ്കിലും എനിക്കൊന്നൊന്ന് കാവല് വരുമോ എന്ന് നബി തങ്ങൾ അവരോട് തേടിയിട്ടില്ല കേട്ടോ. മുസ്ലിയാർ അങ്ങനെയാണ് ധ്വനിപ്പിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? ഇന്നത്തെ രാത്രിയിൽ, ഈ രാത്രിയിൽ എനിക്ക് കാവല് നിൽക്കാൻ എന്റെ സഹാബിമാരിൽ നിന്ന് ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്നവിടുന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ആ സമയത്തതാ പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ ആ വ്യക്തി അങ്ങോട്ട് കയറി വരുമ്പോ ആരാടത് എന്ന് ചോദിക്കുന്നു. ഞാൻ സഅദാണ് നബിയെ. എന്തിന് വന്നു എന്ന് ചോദിക്കുന്നു. അങ്ങേക്ക് കാവലിന് വന്നതാണ് റസൂലേ. ഇതങ്ങ് കേട്ട് ആ സഅദ് റളിയല്ലാഹു അൻഹു കാവല് നിന്നെന്ന് അംഗരക്ഷകനായി അവിടെ കാവല് നിന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ അന്നത്തെ ദിവസം നന്നായി ഉറങ്ങിപ്പോയി.
ശാന്തമായി ഉറങ്ങി. എത്രത്തോളം? ആ ഉറക്കിൽ കൂർക്കം വലിക്കുന്നത് വരെ ഞാൻ കേൾക്കുകയുണ്ടായി. ഇതാണ് സംഭവം പ്രിയപ്പെട്ടവരെ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ലാത്ത നിലയ്ക്ക് സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് തേടി എന്ന നിലക്ക് ധ്വനിപ്പിക്കുന്ന വർത്തമാനമാണ് പറഞ്ഞത്. സ്ഥലത്തില്ലാത്ത നിലക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് കാവൽ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുവെന്നും അപ്പോഴേക്കതാ അത് കേട്ടുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു സദസ്സിലില്ലാത്ത സഅദ് കേറി വന്നു, കാവൽ നിന്നു. അങ്ങനത്തെ മഹാന്മാരില്ലേ? റസൂലുള്ളയും കാവല് ചോദിച്ചില്ലേ, വിളിച്ചു തേടിയില്ലേ എന്നൊക്കെ പറയുന്നതിലൂടെ ഈ സംഭവത്തിൽ എന്താ ഉണ്ടായിട്ടുള്ളത്? നബി തങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു, ഉടനെ ചെല്ലണം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ തോന്നിയതനുസരിച്ച് മഹാനവറുകൾ കാവലിനായി വന്നു. ഇതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹു സ്ഥലത്തില്ലാത്ത നിലക്ക് വിളിച്ച് സഹായം ചോദിച്ചതാണോ? അല്ലല്ലോ. എന്തിന് നിങ്ങൾ ഈ ഹദീസുകൾ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പറഞ്ഞതിലും ശരികളില്ല. അതും ദുർവ്യാഖ്യാനിച്ചതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പലരെയും കാവലിന് വിളിച്ചിട്ടുണ്ട് എന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അന്ന് അദ്ദേഹം ഒരു സംഭവവും ഉദ്ധരിച്ചിരുന്നു. ആ സംഭവത്തിന്റെ നിജസ്ഥിതി അങ്ങ് കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞപ്പോ ആ സംഭവത്തെ കുറിച്ച് പേരോട് കാമ എന്നൊരക്ഷരം പറയുന്നില്ല. കളവാണ് റസൂലുള്ളാഹിയുടെ പേരിൽ താൻ പറഞ്ഞതെന്നും വസ്തുത എന്തെന്നും പഠിച്ചു കഴിഞ്ഞു പേരോട്. ഇപ്പം മിണ്ടുന്നില്ലല്ലോ. അതല്ല, വല്ലതും പറയാനുണ്ടെങ്കിൽ അടുത്ത പ്രസംഗത്തിലെങ്കിലും പറയൂ. മാത്രമല്ല റസൂൽ